ബിഗ് ബോസ് ഇപ്പൊ എല്ലാരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി, എന്നിട്ട് സായിയെ എണീപ്പിച്ച് നിർത്തിയിട്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയരുത് എന്നതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് കൊടുത്തു. റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള വാർണിങ്ങുകൾ കൊടുത്തിട്ടും സായി ഇതേ തെറ്റ് തന്നെ ആവർത്തിക്കുന്നു എന്ന് ബിഗ് ബോസ് എടുത്തു പറഞ്ഞു. ഗുരുതരമായ നടപടികളിലേക്ക് നീങ്ങും എന്നത് ബിഗ് ബോസ് വ്യക്തമാക്കി. സായി എന്ന് പുറത്തെ കാര്യമായിട്ട് പറഞ്ഞത് ആകെ പുള്ളിയുടെ പെറ്റ് ഡോഗ്സിന്റെ കാര്യം മാത്രമാണ് ആ ഒരു ഗബ്രിയുടെ അടുത്ത്. ചിലപ്പോൾ അതും ബിഗ് ബോസിന്റെ നിയമങ്ങൾക്ക് എതിരായിരിക്കാം. അതായിരിക്കാം ബിഗ് ബോസ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സായിക്ക് താക്കീത് കൊടുത്തത്. പുറത്ത് നിങ്ങളൊക്കെ വലിയ ഏജന്റുകളായിരിക്കാം, അകത്ത് ജസ്റ്റ് ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ളത് ബിഗ് ബോസ് ഓർമ്മിപ്പിച്ച് കൊടുത്തു സായിക്ക്. ഇങ്ങനൊരു ഓർമ്മപ്പെടുത്തൽ അനിവാര്യമാണ്. കാരണം ജാസ്മിനെയൊക്കെ വളരെയധികം മാനസികമായി തളർത്തിയിരുന്നു സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഈ ഒരു വാർണിംഗ് കൊടുത്തപ്പോ സായി സോറി പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ചെയ്തൊരു നിയമലംഘനമാണ്, തെറ്റാണ് എന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന പോലൊക്കെ തോന്നി എനിക്കിത് ലൈവില് കണ്ടപ്പോ. സോറി ബിഗ് ബോസ് എന്ന് പറയാമായിരുന്നു സായിക്ക്. അതൊരു ബേസിക് മര്യാദയാണ്. ഏതൊരു മനുഷ്യനും യൂസ് ചെയ്യേണ്ട വാക്കുകളാണ് ഈ ഗോൾഡൻ വേർഡ്സ്, സോറി പ്ലീസ് താങ്ക് യു എന്നുള്ളത്. പക്ഷെ ഓക്കെ, അത് അയാളുടെ ഇഷ്ടം, സോറി പറയണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.